ബംഗ്ലാദേശുമായിട്ട് സംസാരിച്ച് ഇത് സെറ്റിൽ ചെയ്യുകയാണ് ഏറ്റവും ആവശ്യം. കാരണം ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് വരികയാണ്. അത് ബേസിക്കലി താരിഖ് അഹമ്മദ് ഖാലിദാസിയുടെ മകനെന്ന് പറയുന്നയാൾ ബേസിക്കലി ആൻറ്റി ഇന്ത്യനാണ്. അയാളൊരു പ്രോ അമേരിക്കനാണ്, പ്രോ പാകിസ്ഥാനാണ്, പ്രോ ചൈനയാണ്, ആൻറ്റി ഇന്ത്യനാണ്. ഇതും കൂടെ മനസ്സിലാക്കുക. വരാൻ പോകുന്ന ദിവസങ്ങളിലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യക്ക് അനുകൂലമായൊരു രാജ്യമായിരിക്കുകയില്ല. ഇന്ത്യയുമായിട്ടുള്ള ടെൻഷൻ വീണ്ടും വർദ്ധിക്കും. അതായത് അവിടെയുള്ള ഹിന്ദുക്കളുടെ അവിടെ ബംഗ്ലാദേശിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ ലൈഫും അതും ചോദ്യചിഹ്നമാകും. ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പും ചോദ്യചിഹ്നമാകും. ഇവിടെയാണ് എന്ത് വില കൊടുത്തും ഇന്ത്യയും ബംഗ്ലാദേശും പഴയ രീതിയിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ പെർമനൻ്റ് ശത്രുവല്ല. ഇന്ത്യയുടെ ബോർഡറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കൊരു പെർമനൻ്റ് സംഭവം ഇഷ്യൂ ആയിട്ട് ഇതങ്ങ് മാറും. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാറിലോട്ട് വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇന്ത്യയിലുള്ള സംഘപരിവാറും BJP അനുകൂലിക്കുന്നവരും വലിയ ദേശസ്നേഹം പറയുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോന്ന് ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിലും ഇവിടുത്തെ ഇറസ്പോൺസിബിളായിട്ടുള്ള ന്യൂസ് പേപ്പറും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു ചോട്ടാ രാജ്യം, അതായത് ഒന്നുമല്ലാത്തൊരു രാജ്യം ഇന്ത്യക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങോട്ടുള്ള സാധനം അവിടെയും തരുന്നില്ല. ഈ രീതിയാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഡിപ്ലോമസിയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും, അതായത് എല്ലാവരെയും ശത്രുക്കളാക്കുക എന്നുള്ള പോളിസിയും ആൻറ്റി മുസ്ലിം ആ രീതിയിൽ പോകുന്നതിൻ്റെ ഫലമാണ് ഇതുണ്ടായത്. ഇതിൻ്റെ ഭവിഷ്യത്തുകളെന്ന് പറയുന്നത് വലിയ രീതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ.